പഠിക്കുന്ന സ്കൂൾ. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് കാത്തിരുന്ന ആ ദിവസത്തിലാണ് ഗൈസ്, ആ ഒരു വ്ലോഗിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ്റെ സ്കൂൾ, എൻ്റെ +1 അഡ്മിഷൻ ഇന്നാണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ബാക്കി പപ്പ പറയൂ. പിന്നെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. എന്നാണ് അഡ്മിഷൻ എടുക്കുന്ന ദിവസം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം ഞങ്ങൾ പോകുന്നത് ദേവൻ്റെ TC ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ കൊടുത്ത TC നമുക്ക് ഇന്ന് കിട്ടും. ആ TC നമ്മൾ വാങ്ങാനാണ് ഫസ്റ്റ് പോകുന്നത്. ദേവൻ്റെ ആദ്യത്തെ സ്കൂൾ PVS മോഡൽ സ്കൂളിലോട്ട് നമ്മൾ പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ TC വാങ്ങുന്നു. അതിനുശേഷമാണ് ട്വിസ്റ്റ് ഏത് സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ്. എന്നിട്ട് തിരിച്ചു വീട്ടിലോട്ട് വരുന്നില്ല, നേരെ പോകുന്നു, ദേവന്റെ അഡ്മിഷൻ എടുക്കുന്നു, എന്നിട്ടേ നമ്മൾ തിരിച്ചു വരുള്ളൂ. അപ്പം ഒരു വലിയ ട്രിപ്പായിരിക്കും. എന്താണെങ്കിലും ഇപ്പൊ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിലെങ്കിലും അവിടെ എത്താം. ഏകദേശം 2-3 മണിക്കൂറോടൊക്കെ എത്തും. അപ്പൊ ഞങ്ങള് നേരെ പോകുന്നു TC. ദിയമോള് വരുന്നില്ല. ദിയമോള് ദിയമോക്ക് അറിയില്ല. ദിയമോള് പിന്നെ മാമന്റെ വീട്ടിലാണ്. മാർക്ക് ഷീറ്റ്സ്, ആപ്ലിക്കേഷൻ ഫോംസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം. അതിന് പറ്റുകയാണെങ്കിൽ ഇടയിൽ നോക്കാം. അതിന് അർജന്റൊന്നുമില്ല. സ്കൂൾ തുറക്കണതിന് പോകാൻ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ 4 വർഷം പഠിച്ച സ്കൂളിലേക്ക് അവസാനമായി ഞാൻ പോവാണ് ഗൈസ്. ഞങ്ങളിത് അപ്പം എത്താനായി. ഫ്രണ്ട്സ് സ്കൂളെത്തി. ഞങ്ങള് വഴി തെറ്റി അങ്ങനെ പോയി. സിജോപ്പന് പെട്ടെന്ന് വഴി സിജോപ്പന് അറിയുന്നത് അഡ്മിഷനോ TCക്കോ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ സ്കൂളിലെത്തി. ഇവിടെ ആരൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റുഡൻസ് ഒക്കെ ആരൊക്കെ ഉണ്ട്. നമുക്ക് പോയി TC വാങ്ങാം. 500 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ്. അപ്പം അത് ഞാൻ പോക്കറ്റ് മണിയായിട്ട് എടുത്തേക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം TC ഫൈനലി കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ വിട പറയുകയാണ് സ്കൂളിനോട്. ഞാൻ അത്രയും 4 വർഷം പഠിച്ച സ്കൂളിനോട് വിട പറയുന്നു ഗൈസ്. ഫ്രണ്ട്സ്, ഇനി അഡ്മിഷൻ എടുക്കാൻ പോണ സ്കൂളിലേക്കാണ് ഞങ്ങൾ ഇനി പോവാൻ പോണത്. അപ്പം അതേതാ സ്കൂളെന്ന് പപ്പയ്ക്ക് മാത്രം അല്ല, പപ്പയ്ക്കും ഇവിടെ ഉള്ളവർക്കും ആണ് അറിയാം. ദേവനൊരു ഊഹമില്ല എന്താണെന്നുണ്ടെങ്കിലും. ഇല്ലല്ലോ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. സ്ഥലം പോലും ഒരു ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളത് എവിടെയാണെന്നുള്ള നഗ്ന സത്യം പറയാൻ പോവാണ്. അത് തമിഴ്നാട്ടിലല്ല, കർണാടകയിലല്ല, പക്ഷെ കേരളത്തിലാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞ മാതിരി വെറുതെ ബിൽഡപ്പ് കൊടുത്തതാണ്. കേരളത്തിൽ തന്നെയാണ്. എല്ലാ ആൾക്കാരും കമന്റ് ഇട്ടിരുന്നു, തമിഴ്നാട്ടിലൊന്നും പോയി അഡ്മിഷൻ എടുക്കല്ലിട്ടോ, പിന്നെ നാട്ടിൽ തന്നെ പഠിപ്പിക്കണം, അതെ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഉണ്ട് 2 വീഡിയോന്റെ കാണുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഞങ്ങൾ കേരളത്തിൽ തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. എന്താണെങ്കിലും കേരളത്തിൽ വലിയ ദൂരത്തേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ നിലമ്പൂർ സ്കൂളിൽ തന്നെയാണ് ദേവ് എറണാകുളോ മറ്റേ തൃശ്ശൂരൊക്കെ പ്രതീക്ഷിച്ച് മലപ്പുറം ഊട്ടി. പക്ഷെ ഏത് സ്കൂളാണ് ഇവനൊരു ഗസ്റ്റ് ഉണ്ടോ ദേവോ? ഇല്ല, പിന്നെ വേറെ ഗസ്റ്റൊന്നുമില്ല. ഈ സ്കൂളല്ലാന്ന് തീർത്ത് പറയരുത്. TC വാങ്ങി, പക്ഷെ TC വാങ്ങിയാലും നമ്മൾ പഠിക്കാൻ പോകുന്നവരുടെ ഫാത്തിമഗിരിയിൽ പോകണമെന്ന് ദേവന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ള ഗവൺമെന്റ് സ്കൂളിലല്ല, എന്തായാലും CBSE തന്നെയാണെന്ന് ഉറപ്പിച്ചു. ലിറ്റിൽ ഫ്ലവർ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു, പിന്നെ അത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ അതും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, അവിടെ അഡ്മിഷൻ ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഒരു സ്കൂൾ തന്നെ ഞങ്ങൾക്ക് അവസാനം കിട്ടിയിരിക്കുകയാണ്.
ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള നമുക്ക് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു അടിപൊളി സ്കൂൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ ആദ്യത്തെ 2 വരി ഞാൻ പറയാം, നമ്മൾ പറ. ആണോ? രണ്ടാമത്തെ അക്ഷരം ജഡ്ഡേ പറയാം. വി. ഇനി മൂന്നാമത്തെ അക്ഷരം ഞാൻ പറയാം. വണ്ടിയുടെ ഞാൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം ഇങ്ങോട്ട് ഇടത്തോട്ട്. ഞങ്ങള് അക്ഷരങ്ങൾ പറഞ്ഞു, പക്ഷെ തലതിരിഞ്ഞൊക്കെ വരാം കേട്ടോ. എങ്ങനെ വരാം, തലതിരിഞ്ഞ് വരാം, അങ്ങനെ വരാം. അപ്പൊ PVs തന്നെയാണ്. ഒന്ന് സ്ലോ ആക്കി പോണേ. ദേവ സ്കൂൾ കണ്ടിട്ടില്ല, ദേവന സ്കൂൾ അറിയില്ല. എനിക്ക് ഇവിടുന്ന് ഇതല്ലല്ലോ, ഈ വഴിയാണോ? ഇതാണോ? ഇത് ഷോർട്ട് കട്ടാണ്. സ്കൂളിന്റെ ബോർഡൊന്നും ഇതല്ല. ദേവിന്റെ സ്കൂളിലോട്ടുള്ള വഴി തുടക്കത്തിൽ തന്നെ വഴി തെറ്റി. മലയാളി കണ്ടറി ദൈവമേ എന്തിനീ കൊലച്ചതി. ഇങ്ങോട്ട് വെക്കോ, സുഞ്ഞമോള് പറഞ്ഞ വഴിയാണ്. പക്ഷെ എന്നിട്ട് സ്കൂളിന്റെ ബോർഡ് അവിടെ ഇല്ല കേട്ടോ. സ്കൂളിന്റെ ബോർഡില്ല. പേരില്ല. KGF പറയില്ലേ, പിൻകോഡ് വേണ്ട, എനിക്ക് പിൻകോഡ് വേണ്ട. എത്തിക്കഴിഞ്ഞു ഫ്രണ്ട്സ്. അങ്ങനെ ഫൈനലി നമ്മള് ഏകദേശം ആ സ്കൂൾ ദേവ് കണ്ടിട്ടില്ല. സ്കൂൾ ഇത് തന്നെ ഈ കാണുന്നത്. Is this the school? No, ഇത് ഞാൻ കണ്ടിട്ടില്ല. this is the part of the school. അയ്യോ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എത്ര ഏക്കറിലാണ് കേട്ടത്? എത്രയോ ഏക്കറിലാണ്. യെസ്. ബോർഡ് നോക്കട്ടെ. ബോർഡില്ല. പോയി മതിലാണ് അതിന്റെ ബൗണ്ടറി. അതിനത് PVs അല്ലല്ലോ. ഇല്ല. അപ്പൊ ഏതായിരിക്കും? അവിടെ ഗേറ്റ് വലത്തോട്ടാണ് തിരിയുമ്പോ അതിന്റെ ബോർഡ് ഇങ്ങനെ കാണുന്നത്. ഇതാ വന്നിരിക്കുന്നു. ബോർഡില്ല. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിക്കൂല PVs പബ്ലിക്കിലായിരിക്കും. ഇത് മറ്റേ ഇന്റർനാഷണൽ സ്കൂളല്ലേ? അല്ലേ പപ്പ അന്ന് പറഞ്ഞത്? ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫൈനലി റിവീൽ ചെയ്തിരിക്കുകയാണ്. ദേവ് പഠിക്കുന്ന സ്കൂൾ PVs പബ്ലിക് സ്കൂൾ, നിലമ്പൂർ. അല്ല ഞാൻ ഈ സ്കൂളിനെ പറ്റി കേട്ടിട്ടുള്ളൂ. ദേവന അറിയണ്ടാവും, കാരണം ദിയമോള് സ്വിമ്മിങ്ങിന് വരുന്ന സ്കൂളാണ്. അപ്പൊ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ അവിടെ? സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഹോഴ്സ് റൈഡ് ഉണ്ട്, റൈഫിൾ ക്ലബ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. വിത്ത് 3 നേരം ഫുഡ് ഉണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരം ഫുഡ് ഉണ്ട്. പിന്നെ ഏറ്റവും രസം, ഒരു കുട്ടിക്ക് ഒരൊറ്റ ഡെസ്കിൽ ഇരുന്ന് പഠിക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ. തൊട്ടടുത്ത് നിന്ന് വർത്താനം പറയാൻ പറ്റില്ല, പക്ഷെ AC ആണ്. പക്ഷേ എല്ലാത്തിലുപരി ഭയങ്കര സ്ട്രിക്റ്റ് സ്കൂളാണ്. അപ്പോ അവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്നാൽ ഞങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞങ്ങൾ വരാം. ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ പറയാം. ഓക്കെ, യെസ്, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ സ്കൂള് നമ്പർ 1 ഇൻ കേരള, നമ്പർ 9 ഇൻ ഇന്ത്യ. ഫ്രണ്ട്സ്, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊന്നുമില്ല, ഇനി ഫോട്ടോ കൊടുക്കേണ്ടത് ജോയിൻ ചെയ്യുന്ന ദിവസം 11-ാം തീയതിയാണ് ക്ലാസ് വെക്കുന്നത്. ആണോ? അന്നത്തെ പൂർണ്ണാവധി സ്കൂൾ ബസ്സില്ല. ഇല്ല, നമ്മളൊന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ എൻബസിന് വന്നാൽ ഒരു ബസ്സാണ് നമുക്ക് കിട്ടും. ഫ്രണ്ട്സ്, അപ്പം ഫൈനലി അഡ്മിഷൻ എടുത്തു. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്നാണ് ഞാൻ അവിടെ ഇരിക്കുന്ന ബുക്ക് ശ്രദ്ധിച്ചത് ഗൈസ്. അവിടെ
നമ്പർ 1 ഇൻ കേരള, നമ്പർ 9 ഇൻ ഇന്ത്യ എന്ന് കണ്ടു. അപ്പം എനിക്ക് തോന്നി അയ്യോ കേരളത്തെ നമ്പർ 1 സ്കൂളിലാണോ. അതെ, നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം. അതെ അതെ, ഞങ്ങൾ ആക്ച്വലി പ്രീസ് മോഡൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് വിളിച്ച് ചോദിച്ചത് ഇവിടെയാണ്. ഞങ്ങൾ അസംഷന് പോന്നപ്പോ ഓർമ്മ ഉണ്ടെന്ന് അതെ, 6ാം ക്ലാസ്സിൽ ടൈം ആയത് 6ാം ക്ലാസ്സിലായപ്പോ ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അന്ന് പിന്നെ അപ്പോൾ ഇവർ പറഞ്ഞു ക്ലാസ് ജൂൺ 11 തുടങ്ങും, പിന്നെ കഴിഞ്ഞിട്ട് യൂണിഫോം 2 ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ തുടങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ 2 ആഴ്ച കളർ ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞു ഗൈസ്. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിഫോം ഇവിടെ നിന്ന് തന്നെ ആണ് എല്ലാം കിട്ടുക, ബുക്കും യൂണിഫോമും ഒക്കെ ഇവിടെ നിന്നാണ് കിട്ടുക പറഞ്ഞു. ഇവിടെ നിന്ന് മെഷർമെന്റ് എടുക്കാമെന്ന്. ഞാനില്ലേ സത്യം പറഞ്ഞ ചേട്ടാ ഇതില് ചേർക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. ഓൻ ഈ സ്കൂളുകളെ പറ്റി, കേരളത്തിലെ ബെസ്റ്റ് സ്കൂളുകളെ പറ്റി ഒരു വീഡിയോ ഇറക്കിയപ്പോൾ നമ്മളാണല്ലോ നിലമ്പൂര്, ഓൻ നമ്പർ 1 പറഞ്ഞത് ഇതാണ്. നിലമ്പൂർ PVS ഇന്റർനാഷണൽ നമ്പർ 1 എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാ നമുക്കറിയില്ലല്ലോ ആ സംഭവം. പിന്നെയാണ് ഞാൻ അതിനെ പറ്റി പഠിച്ചത്. പിന്നെ പറയുമ്പോൾ ആദ്യം അതാന്ന് വിചാരിച്ചു, പക്ഷെ ഇന്റർനാഷണൽ ആണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം അറിയുന്നത് നമ്പർ 1 ആണെന്ന്. ബെസ്റ്റ് സ്കൂൾ കേരളത്തിലെ ബെസ്റ്റ് ദേവുവിന് ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൗകര്യമുള്ള സംഭവമാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ദേവുവിന്റെ കയ്യിലാണ്. ദേവുവാണ് നമുക്കത് തിരിച്ചു തരേണ്ടത്. കൂടുതലും പേര് നമ്മളോട് പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു എന്തിനത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ ഇപ്പൊ തന്നെ പഠിപ്പിക്കുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞു. +1 എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ പഠിപ്പിക്കണെന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഏറ്റവും ബെസ്റ്റ് തന്നെ ഞങ്ങക്ക് ദേവന് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതാണ് പ്രിൻസി എന്തോ പറഞ്ഞതും ഞാൻ വീഡിയോയിൽ പെട്ടില്ല, അത് പറഞ്ഞു. അല്ല, ദേവുവിന് ബെസ്റ്റ് ഇവര് കൊടുത്തല്ലോ, അതുപോലെ ദേവു തിരിച്ചും അവർക്ക് അതേപോലെ കൊടുക്കുന്നത് ഞങ്ങള് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താ ദേവു എന്താ പറയാനുള്ളത്? ദേവു എല്ലാം ഉണ്ട് പഠിപ്പിക്കാൻ. ടീച്ചേഴ്സ് അതുവല്ല രസം. ഈ ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ താമസിച്ച പഠിപ്പിക്കുന്ന, അവർക്കൊന്നും പുറത്തു പോകാനുള്ളതില്ല. പോയി വരുന്നവരൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഹോസ്റ്റലല്ല, റെസിഡൻഷ്യൽ സ്കൂൾ തന്നെയാണ് താമസിച്ച് പഠിക്കാൻ. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്ന് പഠിത്തം മാത്രമാണല്ല, എല്ലാ ആക്ടിവിറ്റീസ് പരിപാടികള് എല്ലാം ഉണ്ട്. റൈഫിൾ ക്ലബ്, കരാട്ടെ ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. കോഴ്സുകൾ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇൻട്രസ്റ്റിംഗ് ആണ്. കൂടുതലും വിദേശത്തൊക്കെ ഉള്ള ആൾക്കാര് മക്കള്, അതേപോലെ വേറെ NRIസിന്റെ മക്കള്, നോർത്ത് ഇന്ത്യൻസില്, അങ്ങനെ വേറെ ആൾക്കാരും ഉണ്ട്. തമിഴ്, ഹിന്ദി എല്ലാം ഉണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേനും ദേവ് കന്നഡയൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല, പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. DMോള് അറിയണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്വിമ്മിംഗ് പൂളും ഉണ്ട് പറഞ്ഞാൽ തന്നെ DMോള് DMോളിനി ഹോസ്റ്റലിൽ അങ്ങനെ നിർത്തി വെറുതെ പഠിപ്പിക്കുന്ന ടെൻഷനിലായിരുന്നു. ഞങ്ങൾ ആദ്യം അത് ആലോചിച്ചിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ DMോളെ കണ്ടപ്പോ ഉണ്ടല്ലോ, DMോക്ക് ഭയങ്കര വിഷമം. കൂടെ പുറത്ത് പോയി അങ്ങനെ പ്ലാൻ ചെയ്തപ്പോ തന്നെ അതാണ്. പിന്നെ ഞാനത് ആലോചിച്ചു. കോഴിക്കോടൊക്കെയാണ് ഉദ്ദേശിച്ചത്, പുറത്ത് പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങള് DMോളെ കുറിച്ച് ചിന്തിച്ചു. കാരണം അവള് ഒറ്റയ്ക്കായി പോകും. കാരണം ഒന്നാമതേ ഒക്കെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം അങ്ങനെ വിചാരിച്ചു. അപ്പൊ പിന്നെ ദേവു എന്തായാലും +2 കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി പഠിക്കേണ്ടി വരും, ഏത് കോഴ്സ് ആണെങ്കിൽ പോലും. അപ്പൊ 2 വർഷമെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള നല്ല സ്കൂളിൽ തന്നെ ചേർത്തു. ഫീസ് കൂടുതലാണെങ്കിലും കുറച്ചല്ല ഫ്രണ്ട്സ്, അത്യാവശ്യം നല്ല ഫീസ്. ഇപ്പൊ ദേവു പിന്നെ 6ാം ക്ലാസ് മുതൽ എത്ര വരെ ഇവിടെ പഠിച്ച്? 10 വരെ അവിടെ പഠിച്ച ഫീസിന്റെ ഇരട്ടിയാണ് ഈ ഒറ്റ വർഷം ഇവിടെ പോകുന്നത്. 4 വർഷം അവിടെ പഠിച്ച ഫീസിന്റെ ഇരട്ടി പൈസയാണ് ഇവിടെ. +1 ദേവു 100 പോകുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. 99 എങ്കിലും വാങ്ങണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥനയും. വിചാരിച്ച പ്രഷർ ചെയ്യൊന്നുമില്ല. പ്രഷറൊക്കെ സ്കൂളുകാർ ചെയ്ത് കൊടുത്താലോ. അപ്പൊ അങ്ങനെ അഡ്മിഷൻ എടുക്കൽ നമ്മൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഒന്നുമില്ല. ഇനിയിപ്പം 11-ാം തീയതി ക്ലാസ് തുടങ്ങും. കളർ ഡ്രസ് ഇട്ടിട്ട് 2 ആഴ്ച പോകാൻ കഴിഞ്ഞു. 3ാമത്തെ ആഴ്ച മുതൽ യൂണിഫോം ഉള്ളൂ. പിന്നെ അവിടെ തന്നെ ഫുഡ് കാര്യങ്ങൾ മുതൽ യൂണിഫോം പിന്നെ എല്ലാം കിട്ടും, അവിടെ തന്നെ കിട്ടും. അപ്പൊ ബുക്സ് കാര്യങ്ങളൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രം വാങ്ങിയാൽ മതിയായിരിക്കും ദേവന്. നമുക്ക് ചോദിച്ചിട്ട് അനുസരിച്ച് വാങ്ങാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഹാപ്പി
മൊമെന്റോടെയാണ് ഗൈസ് അവസാനിക്കണത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്കൂളിലാണ് എന്നെ ചേർത്തിയത്. അത് നല്ലൊരു സ്കൂളില്. അപ്പം അതിൽ ഞാൻ ഇവരോട് ബിഗ് താങ്ക്സ് പറയുന്നു. പക്ഷെ ഉള്ളിനുള്ളിൽ എറണാകുളത്തൊക്കെ പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യാം. അതെ മെയിൻ. അതെ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.